പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനം ദീർഘമായി നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ചോദ്യം വരികയാണ്. കാറിൽ കയറ്റി തെറ്റില്ല എന്ന് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളാപ്പള്ളി നടേശനോട് എടുത്തിരിക്കുന്ന മൃദു സമീപനം എന്നുള്ളത് പാർട്ടി വിലയിരുത്തിയിട്ടും അത് തിരിച്ചടിയായെന്ന് കീഴ്ഘടകങ്ങളിൽ നിന്നടക്കം വിമർശനങ്ങൾ വന്നിട്ടും അത് നടപ്പാക്കിയ പിണറായി വിജയൻ പറയുന്നു അതിൽ തെറ്റില്ല എന്ന്. വർഗീയതയുമായി സമരസപ്പെടുകയല്ല അത്, അല്ലേ? വെള്ളാപ്പള്ളി കാറിൽ കയറ്റുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തെ വാർത്താ സമ്മേളനത്തിൽ അവസാനം അദ്ദേഹം കണ്ണട ഉപേക്ഷിച്ചതിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കാറ്ററാക്ടിന് സർജറിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കണ്ണിന് നല്ല കാഴ്ച കിട്ടിയപ്പോൾ കണ്ണട ആവശ്യമില്ലാന്ന്. പക്ഷേ കാഴ്ചപ്പാടിന് ആ തെളിച്ചമില്ല എന്നുള്ളത് നിരാശാജനകമാണ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് തെറ്റല്ല എന്ന് ഇന്നും പറയുന്ന പിണറായി വിജയൻ എന്നെ നിരാശപ്പെടുത്തുന്നതാണ്. അപ്പോൾ VC-മാർ മാത്രമാണോ മാപ്പ് പറയേണ്ടത് എന്ന ചോദ്യം കൂടി എനിക്കുണ്ട്. രമേശ് ചെന്നിത്തല ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുമോ എന്ന ചോദ്യത്തിൽ അത് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ശരിയാണ്, ഞാൻ കയറ്റും എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാലത്തും കയറ്റിട്ടുണ്ട്. ഞാൻ അന്നും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം വർഗീയതയ്ക്കെതിരെ ഈ പറയുന്ന VC-മാരുമായി ബന്ധപ്പെട്ടും ഈ വാർത്താ സമ്മേളനം നടത്തിയതിന്റെ ഒടുവിലാണ് പിണറായി വിജയൻ ഇത് പറയുന്നത്. രമേശ് ചെന്നിത്തല ഇന്ന് പറയട്ടെ, രമേശ് ചെന്നിത്തല നമുക്ക് വിമർശിക്കാമല്ലോ. അല്ല, മറ്റൊരു കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ വിമർശനമുണ്ടോ എന്നാണ്. അതല്ല വിമർശിച്ചത്. പകരം വെള്ളാപ്പള്ളിക്കെതിരെയുള്ള സംസ്ഥാനത്തെ പാർട്ടിയുടെ വിമർശനത്തിന് ശക്തി പോരായിരുന്നു എന്ന വിമർശനമാണ് വന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സാങ്കേതികമായി എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം. താങ്കളടക്കം ഇതിൽ ചർച്ച ചെയ്തിട്ടാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് തെറ്റല്ല എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിന്റെ സാഹചര്യം എന്താണ്? അതെ, പ്രായമായ ആളെ കാറിൽ കയറ്റുന്നു എന്നുള്ള ന്യായം ദയവ് ചെയ്ത് അല്ല ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള താരതമ്യവും സമീകരണവും നടത്തുന്നത്? ഇന്നിപ്പോൾ പിണറായി വിജയൻ വാർത്താ സമ്മേളനം ഒറ്റ മിനിറ്റ് ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കൂ. ആഭ്യന്തരമന്ത്രിയോട് നിങ്ങൾ ചോദിക്കൂ. ഇല്ല അപ്പുറത്ത് അങ്ങനെ താരതമ്യം ചെയ്തു പോകണ്ട. ആഭ്യന്തരമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തട്ടെ. ആഭ്യന്തരമന്ത്രി ഇന്ന് വെള്ളാപ്പള്ളി ന്യായീകരിക്കട്ടെ. ഈ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നേ. ഇന്ന് വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചത് പരാജയം സംഭവിച്ച ഇടതുപക്ഷത്തിലാണ്. ന്യായീകരിച്ചത് പിണറായി എവിടെ വെള്ളാപ്പള്ളി ന്യായീകരിച്ചത്? ഒരു സ്റ്റേറ്റ്മെന്റ് പറയൂ. അങ്ങ് എന്തിനാണ് ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് എന്തിനാണ് പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ, ഒരു മിനിറ്റ്. വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയതിൽ തെറ്റില്ല എന്ന് ഇന്നും കാറിൽ കയറ്റിയതിനെ കുറിച്ചല്ല, പകരം വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനത്തിന് ശക്തി പോരായിരുന്നു എന്നതായിരുന്നു വിമർശനം എന്നാണ് ഇന്ന് പറഞ്ഞത്. അവിടെ എവിടെയാണ് വെള്ളാപ്പള്ളി? അങ്ങയുടെ ബുദ്ധിയിൽ അങ്ങ് വിശ്വസിക്കൂ. എന്റെ സാമാന്യ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കി. ന്യായീകരിച്ചൊരു വാചകം പറയുന്നു.